സംസ്ഥാനത്തെ SIR മാറ്റിവെക്കണമെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ആവശ്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് നിർണായകം. തീരുമാനം ഉടനുണ്ടായേക്കും. രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം പരിഗണിച്ചാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് രത്തൻ ഖേൽക്കർ കത്തയച്ചത്. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, എന്തായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഈ ആവശ്യത്തിൽ എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് അത് നിർണായകമായിരിക്കും, ഉടനുണ്ടാകുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് നീട്ടിവെക്കണമെന്ന ആവശ്യമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ ഖേൽക്കർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. അടുത്ത മാസം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുക എളുപ്പമായിരിക്കില്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾ സംയുക്ത യോഗത്തിൽ അഭിപ്രായം ഉന്നയിച്ചിരുന്നു. ഈ അഭിപ്രായമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിക്കുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള അതേ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ചുമതലയും ഏറ്റെടുക്കേണ്ടത്. രണ്ടും ഒരുമിച്ച് വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനത്ത് ബീഹാർ മാതൃകയിലുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ശക്തമായി എതിർക്കുമെന്ന് UDF-ഉം LDF-ഉം അറിയിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അത്തരത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ്. കാരണം ബീഹാറിൽ അയച്ച കത്തുകൾ, അവിടെയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അയച്ച കത്തുകളുടെ പകർപ്പടക്കമാണ് സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് ബീഹാർ മാതൃകയിലായിരിക്കും സംസ്ഥാനത്തും വോട്ടർ പട്ടിക പരിഷ്കരിക്കുക എന്ന ഒരു ആശങ്കയുണ്ട്. അങ്ങനെ വോട്ടർ പട്ടിക പരിഷ്കരിച്ചാൽ 2002 ശേഷമുള്ള ഭൂരിഭാഗം വോട്ടർമാർക്കും അവസരം നഷ്ടമാകുമോ എന്ന ആശങ്കയടക്കമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഒരാൾക്ക് പോലും വോട്ട് നഷ്ടപ്പെടില്ല, ആരും വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകില്ല, എല്ലാവരും വോട്ടർ പട്ടികയിലുണ്ടാകും, യോഗ്യതയുള്ള ആരും പുറത്താകില്ല എന്നടക്കമുള്ള അഭിപ്രായങ്ങളാണ് അത്തരത്തിലുള്ള ഉറപ്പാണ് നൽകുന്നത്. ഏതായാലും സംസ്ഥാനത്ത് സർക്കാരിൻ്റെ പിന്തുണയില്ലാതെ എളുപ്പത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ കഴിയില്ലെന്ന ബോധ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുണ്ട്. ബീഹാറിൽ സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയുണ്ടായിരുന്നു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ. അത് കൂടുതൽ എളുപ്പമായിരുന്നു. സംസ്ഥാനത്ത് അങ്ങനെ ആയിരിക്കില്ല സാഹചര്യം. കാരണം UDF-ഉം LDF-ഉം എതിർക്കുന്നു, BJP മാത്രമാണ് അനുകൂല നിലപാട് സ്വീകരിക്കുന്നത്. ഏതായാലും 2025 വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച എല്ലാവർക്കും വോട്ടർ പട്ടികയിൽ ഇടം നൽകിക്കൊണ്ടുള്ള ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറെടുക്കുന്നത്. അതിൻ്റെ സമയക്രമത്തിൽ മാത്രമായിരിക്കും മാറ്റമുണ്ടാവുക. പക്ഷേ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരിക്കും. ഓക്കെ, വ്യക്തമാണ്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.